ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ക്രിഷ് വാണ്ടർലസ്റ്റ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര കോട്ടൂർ കാപ്പുകാട് എലിഫൻറ്റ് റീഹാബിലിറ്റേഷൻ സെൻറ്ററിലേക്കാണ്. ഇത് ആക്ച്വലി സിറ്റുവേറ്റ് ചെയ്യുന്നത് കാപ്പുകാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. അത് ട്രിവാൻഡ്രം സിറ്റിയിൽ നിന്ന് ഒരു 35 കിലോമീറ്റേഴ്സ് വരും അറൗണ്ട്. തിരുമല കാട്ടാക്കട കോട്ടൂർ റൂട്ടിൽ ആണ് ഈ കാപ്പുകാട് എലിഫൻറ്റ് റീഹാബിലിറ്റേഷൻ സെൻറ്റർ ഉള്ളത്. ഇവിടത്തേക്കുള്ള എൻട്രി ഫീസ് എന്ന് പറയുന്നത് അഡൽട്സിന് 40 റുപ്പീസും കുട്ടികൾക്ക് 25 ആണ്. ഫോറിനേഴ്സ് ആണെങ്കിൽ ഓൾമോസ്റ്റ് ഡബിൾ ആണ് റേറ്റ്. സ്റ്റിൽ ക്യാമറ, വീഡിയോ ക്യാമറയ്ക്കൊക്കെ എക്സ്ട്രാ ചാർജസ് കൂടെ ഉണ്ടാവും. അപ്പോൾ ഇത് മെയിൻലി ഒരു റീഹാബിലിറ്റേഷൻ സെൻ്ററാണ്, ആ പേര് പറയുന്ന പോലെ തന്നെ. റീഹാബിലിറ്റേഷൻ സെൻറ്റർ എന്ന് പറയുമ്പോൾ മെയിൻലി ഇതൊരു കൈൻഡ് ഓഫ് ഒരു ഓർഫനേജ് അല്ലെങ്കിൽ ഒരു ഓൾഡ് ഏജ് ഹോം എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സെറ്റപ്പാണ്. നല്ല പ്രായം കുറഞ്ഞ ആനകളും പ്രായം കൂടിയ ആനകളെയൊക്കെ കൊണ്ടുവന്ന് ഇവിടെ റീഹാബിലിറ്റ് ചെയ്ത് അവരെ ആരോഗ്യം ഒക്കെ മോശമാണെങ്കിൽ അത് നന്നാക്കി, അല്ലെങ്കിൽ തീരെ ചെറുതാണെങ്കിൽ അതിനെ ട്രെയിൻ ചെയ്ത് കുറച്ച് കെയറൊക്കെ കൊടുത്ത് അങ്ങനെ ചെയ്യുന്നൊരു സ്ഥലമാണിത്. ഇതിപ്പോൾ 56 ഹെക്ടേഴ്സാണുള്ളത്. ആക്ച്വലി ഏക്കേഴ്സ് അല്ല, ഹെക്ടേഴ്സാണ്. അതിനകത്ത് ഇവർ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് 30 ആനകളെ വരെ ഒരു സമയം നോക്കാൻ പറ്റുന്ന രീതിയിൽ സെറ്റപ്പ് ചെയ്ത് കൊണ്ടുവന്നൊരു സംഭവമാണ്. സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇവരിത് ആനകളെ അൺചെയിൻ ചെയ്ത് വിടും എന്നൊക്കെ ഉള്ളൊരു സെറ്റപ്പിലാണ് വന്നത്. പക്ഷേ ഇപ്പോൾ ചെയിൻഡാണ് കുറേയൊക്കെ. പക്ഷേ എന്നാലും അവർക്ക് ഒരുപാട് അവരുടേതായ കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള സ്പേസ് പ്രൊവൈഡ് ചെയ്യുന്നൊരു സ്ഥലമാണ്. ആസ് ഓഫ് നൗ ഇവിടെ ഒരു 15-16 ആനകളാണ് ഉള്ളത്. പല പ്രായത്തിലും വലിപ്പത്തിലുമുള്ള 15-16 ആനകളാണുള്ളത്. ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഇവിടെ വിസിറ്റ് ചെയ്യാനുള്ള ടൈമിംഗ് 9:30 to 11:30 അല്ലെങ്കിൽ 3 to 5 ആണ്. ബിക്കോസ് ആ സമയത്താണ് ഇവിടെയുള്ള എല്ലാ ആനകളെയും അവർ കൊണ്ടുവന്ന് ഈ നെയ്യാർ ആണ് ഇത് ആക്ച്വലി ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. ഈ നെയ്യാറിൻ്റെ തീരത്താണ് ഇതിരിക്കുന്നത്. അപ്പോൾ എല്ലാ ആനകളെയും കൊണ്ടുവന്ന് അവർ രാവിലെയും വൈകിട്ടും ഈ ടൈമിങ്ങിൽ കുളിപ്പിച്ച് ഫീഡ് ചെയ്ത് തിരിച്ചു കൊണ്ടുപോകും. അപ്പോൾ അത് കാണാനാണ് ആക്ച്വലി ഇവിടെ ഏറ്റവും കൂടുതൽ തിരക്കുള്ളതും ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത്. ഭയങ്കര രസമുള്ളൊരു കാഴ്ചയാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഉത്സവത്തിനൊക്കെയാണ് ആനകളെ കൂടുതലും കണ്ടിട്ടുള്ളത്. അപ്പോൾ ഈ ഉത്സവത്തിന് കാണും പോലെ അല്ല, നമുക്കിവിടെ വന്ന് നേരിട്ട് നിന്ന് ആനകളെ കൊണ്ടുവന്ന് കുളിപ്പിക്കുന്നതും അവർക്ക് ഫുഡ് കൊടുക്കുന്നതും ഒക്കെ കാണാനും, ചില സമയത്ത് ഫുഡൊക്കെ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒരു ഹാൻഡ് ഹെൽപ്പ് ചെയ്യാനൊക്കെ ഒരവസരവും കിട്ടാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് അനുഭവിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ ഈ സ്ഥലം എന്ന് പറയുന്നത് ഫുൾ ഒരു ഫോറസ്റ്റ് ഏരിയ പോലത്തെ ഒരു ഏരിയ ആണ്. ബിക്കോസ് നെയ്യാർ ഡാമിൻ്റെ സൈഡിലുള്ള റിസർവോയറും കാര്യങ്ങളൊക്കെ ഈ ഒരു ഏരിയയിൽ ഇൻക്ലൂഡ് ചെയ്ത് വരുന്നതാണ്. അപ്പോൾ അതിൻ്റേതായ കുറച്ച് പച്ചപ്പും ഹരിതാഭ ഊഷ്മളതയൊക്കെ ഉണ്ട്. എന്തായാലും ഈ കൊടുക്കുന്ന കാശിന് വെർത്താണ്. കാശിൻ്റെ അല്ല, ഇപ്പം 400 ആയാലും 4000 ആയാലും കൊടുത്താലും വെർത്താണെന്ന് ഞാൻ പറയും. ബിക്കോസ് അത് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര റെയറാണ്. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ അവർ ഈ ബുക്കിലൊക്കെ കണ്ടിട്ടുള്ള പരിചയം മാത്രമേ ഉണ്ടാവുള്ളൂ, ബിഗസ്റ്റ് ലാൻഡ് ആനിമൽ എന്നൊക്കെ. അപ്പോൾ ഇവർ ഈ നേരിട്ട് വന്ന് ഈ ആനകളുടെ ഇത്രയും അടുത്തൊരു ഡിസ്റ്റൻസ് ഒന്ന് കണ്ട് അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കുക എന്ന് പറയുന്നത് ഒരു പ്രൈസ്ലെസ് ആയിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. പിന്നെ ഇവിടുത്തെ സ്റ്റാഫ് പറയുന്നതൊക്കെ കേട്ട് നമ്മൾ കുറച്ച് ഒതുങ്ങിയൊക്കെ നിന്ന് കഴിഞ്ഞാൽ വേറെ അപകടങ്ങളൊന്നും ഉണ്ടാവാതെ ഒഴിവാക്കാം. ബിക്കോസ് ആനകളാണ്, അവർ ഇവിടെ സ്ഥിരമായിട്ടുള്ള ആൾക്കാരല്ല. അപ്പോൾ ടൈംഡ് ആണെങ്കിൽ കൂടെയും ചിലതൊക്കെ എങ്ങനെ ബിഹേവ് ചെയ്യും എന്നൊക്കെ പറയാൻ പറ്റില്ല. ആനകളെ പറ്റി നമുക്ക് നന്നായിട്ട് അറിയാം. ഈ ഓരോ സമയത്ത് ചിലപ്പോൾ അവർ എന്തെങ്കിലും ഒരു എക്സ്റ്റേണൽ ഫാക്ടർ അവരെ വയലൻ്റ് ആക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അവർ പറയുന്ന ഒരു സേഫ് ഡിസ്റ്റൻസിൽ നമ്മൾ മാറി നിന്ന് ഇത് കണ്ട് കാര്യങ്ങളൊക്കെ കണ്ട് ആസ്വദിച്ച് പോകുന്നതാണ് എപ്പോഴും നല്ലത്. അതിനാണ് ആ സ്റ്റാഫിനെ അവരവിടെ നിർത്തിയിരിക്കുന്നത്. ഒരുപാട് സ്റ്റാഫുണ്ട്. അവർ നല്ല രീതിയിൽ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരികയും ചെയ്യും. അതുപോലെ അവർ ആ ഒരു സേഫ് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ അടുത്ത് പറയും. അതൊന്നും നമ്മൾ പാലിച്ചാൽ മതി. വേറെ വലിയ ഇഷ്യൂസ് ഒന്നും അവിടെ വരാൻ ചാൻസ് ഇല്ല. ഈ ആനകളൊക്കെ ഇങ്ങനെ ഒന്ന് കുളിപ്പിക്കുന്ന ആ ഒരു രംഗം എന്നൊക്കെ പറയുന്നത് ഭയങ്കര രസമാണ്. സാധാരണ ഈ കൊച്ചുകുട്ടികളെ അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ ഈ പട്ടികളെയൊക്കെ കുളിപ്പിക്കുന്നത് പോലെ തന്നെയാണ് ഇവരും പാപ്പാൻ പറയുന്നതൊക്കെ കേട്ട് ഭയങ്കര കൂൾ ആൻഡ് കാമായിട്ടിരുന്ന് കുളിക്കുന്നതൊക്കെ കാണാൻ പറ്റും. ഇപ്പോൾ ഈ റീഹാബിലിറ്റേഷൻ സെൻറ്ററിൻ്റെ ഒരു കിഫ്ബി സപ്പോർട്ട് ചെയ്തിട്ടൊരു 108 crores ഒരു പ്രോജക്റ്റ് ഇപ്പോൾ നടക്കുന്നുണ്ട്. ഈ 108 crores പ്രോജക്റ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പോഴത്തെ ഒരു റീഹാബിലിറ്റേഷൻ സെൻറ്ററിനെ കുറച്ചുകൂടെ എൻഹാൻസ് ചെയ്ത് ഒരു സമയത്ത് 50 ആനകളെ വരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു പ്രോജക്റ്റാണ് അവർ ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഈ റിസർവോയറിൻ്റെ പല സൈഡിലായിട്ടും പല ചെക്ക് ഡാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ
ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ തന്നെ ഒരു എലിഫൻറ്റ് മ്യൂസിയം, ആംഫി തിയേറ്റർ, ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി വെറ്റിനറി ഹോസ്പിറ്റൽ, പിന്നെ ഈ വയസ്സാകുന്ന ആനകൾ മരിച്ചു പോകുമ്പോൾ അതിന് ക്രിമേറ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ്, പോസ്റ്റ്മോർട്ടം ഫെസിലിറ്റീസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പോലെ തന്നെ പാപ്പാന്മാർ, അതായത് മെഹോട്സിനൊക്കെ ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റി, അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഓൾറെഡി ഇവിടെ ക്യാൻറ്റീനും പിന്നെ റെസ്റ്റ് റൂം ഫെസിലിറ്റീസൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം കുറച്ചുകൂടി എൻഹാൻസ് ചെയ്ത് ഒരു പ്രോപ്പർ ഒരു പക്ക ടൂറിസ്റ്റ് പ്ലേസിലേക്ക് ഇത് മാറ്റാനായിട്ട് അവർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഉള്ള നാച്ചുറൽ ഒരു സംഭവങ്ങൾ നിർത്തിയിട്ട് തന്നെ ആയിരിക്കും ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഈ കറണ്ട് സിറ്റുവേഷനിൽ പോകുമ്പോൾ തന്നെ അവിടെ ഒരുപാട് കൺസ്ട്രക്ഷൻസ് നടക്കുന്നുണ്ട് പല സൈഡിലൊക്കെ. അപ്പോൾ മുമ്പ് പോയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇപ്പോൾ ആനകൾ ഇട്ടേക്കുന്ന എൻക്ലോഷേഴ്സൊക്കെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ടുണ്ട്. പക്ഷെ എന്നാലും ആനകളുടെ ആ ഒരു ലൈഫ് സ്റ്റൈലിന് വലിയ കോട്ടം തട്ടാത്ത രീതിയിലാണ് അവർ ചെയ്തേക്കുന്നത്. നമുക്കതിന് പോയി കാണാനും വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഫീൽ ചെയ്യത്തില്ല. കാരണം ഈ പല പല കടവിലായിട്ട് പല പല ആനകൾ അറ്റ് എ ടൈം ഇറക്കി കുളിപ്പിക്കുന്നതൊക്കെ കാണാൻ നല്ല രസം തന്നെയാണ്. ഈ കടവിൽ കൊണ്ടുവന്ന എല്ലാ ആനകളെയും കുളിപ്പിച്ചതിന് ശേഷം പിന്നെ ഓരോന്നായിട്ട് ഇവരെ കൊണ്ടുപോയി ഒരു കോമൺ ആയിട്ടൊരു സ്ഥലത്ത് കെട്ടും. അപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത് നോർമലി എല്ലാ ദിവസവും. രാവിലെയും വൈകിട്ടും ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യും. ആനകൾക്ക് പ്രത്യേകിച്ച് കുളിക്കുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ബിക്കോസ് നമ്മളെപ്പോലെ ആനകൾക്ക് വേർക്കത്തില്ല. അപ്പോൾ അവരുടെ ബോഡി കൂൾ ഓഫ് ചെയ്യാനായിട്ട് അവർക്ക് ഇങ്ങനത്തെ ഓപ്ഷൻസ് മാത്രമേ ഉള്ളൂ. അപ്പം ഒന്ന് മെയിനായിട്ട് അവർ വെള്ളത്തിലിറങ്ങി ഇങ്ങനെ മുങ്ങിക്കിടക്കുന്ന ഒരു സ്വഭാവമുണ്ട്. പിന്നെ വെള്ളം അവൈലബിൾ അല്ലാത്ത സമയത്ത് അവർ മണ്ണ് ദേഹത്തിടുന്ന പലപ്പോഴും നമ്മൾ വീഡിയോസിലും കാര്യങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അത് ആക്ച്വലി അവരുടെ ബോഡി കൂൾ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്നതാണ്. ഇപ്പോൾ ഇപ്പോഴും ഈ സപ്പോസ് നമ്മൾ കുളിപ്പിച്ചാൽ പോലും ചില സമയത്ത് അവർക്ക് കൂളിംഗ് എഫക്റ്റ് കുറവായിട്ട് തോന്നിക്കഴിഞ്ഞാൽ ഒരു മണ്ണ് വീണ്ടും വാരി ദേഹത്തിടാറുണ്ട്. അത് ഈ വേർക്കാത്തത് കൊണ്ടാണ് മെയിനായിട്ട്. അവരുടെ ഒരു നാച്ചുറൽ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ആണത്. ഈ ആനകളെ കുളിപ്പിച്ചതിന് ശേഷം ഒരു വൈകിട്ടൊരു 5 മണി വരെ അവിടെ കെട്ടിയിടാറുണ്ട്, അവിടെ ചേഞ്ച് ചെയ്തിടാറുണ്ട്. സെപ്പറേറ്റ് എൻക്ലോഷേഴ്സ് ഉണ്ട്. വലിയ ആനകൾക്ക് സെപ്പറേറ്റ് ഒരു സ്ഥലവും അതുപോലെ കുഞ്ഞാനകൾക്കെല്ലാം ഒരു സെപ്പറേറ്റ് ഒരു എൻക്ലോഷറുണ്ട്. അവിടെ ഇങ്ങനെ ഒരു 5 o'clock വരെ ഉണ്ടാവും എല്ലാവരും. അവിടെ വെച്ച് തന്നെ ഫീഡൊക്കെ ചെയ്തതിന് ശേഷം പിന്നീട് ഒരു പരേഡ് പോലെ തിരിച്ചവരവരുടെ എൻക്ലോഷേഴ്സിലോട്ട് കൊണ്ടുപോകാറാണ് പതിവ്. അത് ഭയങ്കര രസമാണ് ഇത് കണ്ടുകൊണ്ട് നിൽക്കാനായിട്ട്. എസ്പെഷ്യലി ഈ കുഞ്ഞാനകളുടെ കളിയും ബഹളങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കാനായിട്ട് ഭയങ്കര രസമാണ്.
ചെറിയ ആനകൾ ചെയ്യുന്ന കാര്യങ്ങൾ കാണാനാണ് എപ്പോഴും കുറച്ചുകൂടി രസമുള്ളത്. അപ്പോൾ അവരെ ഒരുമിച്ച് കുളിപ്പിച്ച് ഒരു ഗ്രൂപ്പായിട്ട് തന്നെ ആണ് കൊണ്ടുപോകുന്നത്. വലിയ ആനകളെല്ലാം സെപ്പറേറ്റ് ആയിട്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇവരെയൊക്കെ കണ്ട് നമ്മളിങ്ങനെ നിന്നാലും ഇതിനിടയിലൊക്കെ പെടാത്ത ഒരാളുണ്ട്. ഭയങ്കര VIP ആണ് ഇവിടുത്തെ. ആ VIPയെ കാണാൻ വേണ്ടിയിട്ട് ആൾക്കാരിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇതാണ് ആ താരം. ഇതിൻ്റെ പേര് ശ്രീകുട്ടി എന്നാണ്. 1 വയസ്സാണ് ഇതിൻ്റെ പ്രായം. ഇവിടെ ഉള്ളതിൽ വെച്ച് ഏറ്റവും ചെറിയ ആനയാണ്. അപ്പോൾ എല്ലാവരുടെയും പെറ്റാണിത്. കുഞ്ഞ ആനകളെ പറ്റി നമ്മൾ പലപ്പോഴും കേട്ടിട്ടും കണ്ടിട്ടും ഉണ്ടാവും. ഭയങ്കര വികൃതികളാണ്. എപ്പോഴും ഈ ചെറിയ കുറുമ്പൊക്കെ കാണിച്ചിങ്ങനെ നടക്കും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കും. അപ്പോൾ ഇതിനെ എല്ലാവരും മനുഷ്യരായാലും ഇവിടുത്തെ മറ്റുള്ള മൃഗങ്ങളായാലും എപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്ത് കൊണ്ടു നടക്കുന്നത് നമുക്ക് ഇവിടെ നിന്നാൽ കാണാൻ പറ്റും. വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാലും കുറുമ്പിന് വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. ഇവിടെ ഇറക്കുന്ന ആനകളൊക്കെ കാലിൽ ചേഞ്ച് ചെയ്താണ് ഇറക്കുന്നത്. അത് നമുക്ക് കാണാൻ പറ്റും. ഒരു സമയത്ത് ഇവിടെ വരുമ്പോൾ അവർ ഇറക്കുന്നതിന് മുമ്പ് പ്രത്യേകിച്ച് വലിയ ആനകളെ കാലിൽ ചേഞ്ച് ചെയ്താണ് ഇറക്കുന്നത്. ബിക്കോസ് എനിക്ക് തോന്നുന്നത് ഇത് എത്രത്തോളം ശരിയാണെന്നറിയില്ല, ആനകൾ നീന്താൻ കഴിവുള്ള ജീവികളാണല്ലോ. അപ്പോൾ അവർ ഈ നെയ്യാറ് നീന്തി കടന്നു പോകാനായിട്ട് ചാൻസസ് ഉള്ളതുകൊണ്ടാണോ എന്നറിയില്ല. ശ്രീകുട്ടി ഇവിടെ ഉള്ള സ്റ്റാഫൊക്കെ ആയിട്ട് ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ഇത് കൊണ്ടുവരുന്ന സമയത്ത് തന്നെ ഓടി ഇവിടെ ഒരു നമ്മുടെ സെക്യൂരിറ്റി ഒരു പുള്ളിക്കാരനുണ്ട്. പുള്ളിക്കാരൻ്റെ അടുത്തേക്ക് ഓടി വന്ന് തുമ്പിക്കൈ കൊണ്ട് പുള്ളിയെ തൊടുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അത് കുളിപ്പിച്ച് കഴിഞ്ഞ് തിരിച്ച് അതിൻ്റെ എൻക്ലോഷറിലോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് നമുക്കത് കാണാൻ പറ്റും. ഇങ്ങനെ കൂടെ ഓടി നടന്നിട്ട് പുള്ളിയുടെ അടുത്ത് പോയി പുള്ളിയെ തുമ്പിക്കൈ കൊണ്ട് തട്ടുകയും വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അതൊക്കെ കാണാൻ നല്ല രസമുള്ളൊരു കാഴ്ചയാണ്. മെയിനായിട്ട് ഇവിടുത്തെ ആനകൾക്ക് കൊടുക്കുന്ന ഫുഡ് ചോറും ശർക്കരയും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു ഉണ്ടയായിട്ട് അങ്ങനെയാണ് കൊടുക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഭയങ്കര രസമുള്ളൊരു സ്ഥലമാണ് ഇത് കാണാനൊക്കെ ആയിട്ട്. ഇപ്പോൾ ആന കുളിച്ചിട്ട് പോയതിന് ശേഷമുള്ള ആ കലങ്ങളാണ് ഈ യെല്ലോ കളറിൽ കാണുന്നത്. ഇവിടെ ബോട്ടിംഗ് സംവിധാനം ഉണ്ടായിരുന്നു. ഇപ്പോൾ കൊറോണയായിട്ട് അത് നിർത്തി വെച്ചേക്കാണെന്ന് തോന്നുന്നു. ബിക്കോസ് ഇപ്പം ഞാൻ പോയ സമയത്ത് ബോട്ടിംഗ് ഒന്നും കണ്ടില്ല. ബോട്ടൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ എൻക്ലോഷർ. ഇവിടെ വലിയ ആനകളെ കുളിപ്പിച്ചതിന് ശേഷം ഇവിടെ കൊണ്ടുവന്ന് ഫീഡിങ് ഒക്കെ ചെയ്തിട്ടാണ് അവർ തിരിച്ച് 5 മണിയാകുമ്പോൾ കൊണ്ടുപോകുന്നത്. അതുവരെ അവരിവിടെ തന്നെ ഇങ്ങനെ എല്ലാവരും നിൽക്കുന്നതായിരിക്കും. ചെറിയ ആനകളെ അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെയുള്ള വേറൊരു എൻക്ലോഷറിലാണ് ഇട്ടേക്കുന്നത്. ഇത് കാണാൻ ഭയങ്കര രസമാണ്. കാരണം ഇവർ ഓരോ ചെറിയൊരു ഏജ് ഡിഫറൻസ് ആണുള്ളത്. 1 വയസ്സ് 2.5 വയസ്സ് അങ്ങനെയൊക്കെയാണ് ഏജ് വരുന്നത്. അവരിങ്ങനെ ഓരോരുത്തരും അവരുടേതായ രീതിയിൽ കളിയും ചിരിയായിട്ടൊക്കെയാണ് നിൽക്കുന്നത്. നമ്മൾ വലിയ ആനകളെക്കാട്ടിലും നമുക്ക് കണ്ടുകൊണ്ട് നിൽക്കാൻ രസം തോന്നുന്ന ചെറിയ ആനകളാണ്. കാരണം അവർ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ഫോർ എക്സാമ്പിൾ ഈ ആന ആണെങ്കിൽ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സൈഡിലൊരു ടയർ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ടയർ പതിയെ എടുത്തുകൊണ്ട് വന്ന് അത് വെച്ച് കുറേ സമയം അതിങ്ങനെ കളിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. നല്ല രസമാണ് അത് അതിൻ്റെ ഈ കളിയൊക്കെ കണ്ടുകൊണ്ട് നിൽക്കാനായിട്ട്. ഇവിടെ വരുന്ന പുതിയ ഫെസിലിറ്റിക്കകത്ത് തന്നെ അവർ ഒരു 40 മെഹോട്സ്, പാപ്പാന്മാർ ഒരു 80 പാപ്പാന്മാർക്ക് വരെ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ടാകും ഇത് എൻഹാൻസ് ചെയ്തതിന് ശേഷം. അതായത് ഒരു 50 എലിഫൻസ് ഒക്കെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാവുമ്പോൾ അത്രയും പാപ്പാന്മാരുടെ ആവശ്യം വരും. ആ സമയത്ത് അവർ 40 പാപ്പാന്മാരെയും ഫാമിലിയും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു സ്റ്റേ ഇവിടെ അറേഞ്ച് ചെയ്യുന്നുണ്ട് ഇതിനകത്ത് തന്നെ. അപ്പോൾ അവർക്ക് ഫുൾ ടൈം ഇവിടെ തന്നെ
സ്റ്റേ ചെയ്ത് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ടൊരു ചാൻസ് ഉണ്ടാവും. പിന്നെ ഒരു 40 പേർക്ക് ഡോർമെട്രി സിസ്റ്റവും വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ അവർ ഇതിനകത്ത് ഈ റിസർച്ച് സെൻറ്റർ പോലെയും ഉള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. ഇവിടെ ചിൽഡ്രൻസ് പാർക്ക് ചെറുതായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കുട്ടികൾക്കാണ് മെയിനായിട്ട് ഈ ഒരു ഏരിയയിൽ വന്നതിന് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. കാരണം ഈ ആനകളുടെ കാര്യങ്ങളൊക്കെ കാണുകയും ചെയ്യാം, പാർക്കിൽ അത്യാവശ്യം ടൈം സ്പെൻഡ് ചെയ്ത് കളിക്കുകയൊക്കെ ചെയ്യാനായിട്ടുള്ള അവസരം ഇവിടെ ഉണ്ട്. അപ്പോൾ മെയിനായിട്ട് ഫാമിലീസാണ് ഇവർ കൂടുതലും ഫോക്കസ് ചെയ്യുന്നതിന്. ഫാമിലീസാണ് കൂടുതൽ വരുന്നത്. കുട്ടികളെ കൊണ്ട് ആനകളെ കാണിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫാമിലീസാണ് കൂടുതൽ വരുന്നത്. എന്നാൽ യങ്സ്റ്റേഴ്സ് വരുന്നുണ്ട്, ഫോട്ടോഗ്രാഫി എന്തൂസിയാസ്റ്റ് വരുന്നുണ്ട്, ആനപ്രേമികൾ വരുന്നുണ്ട്. ആനപ്രേമികളൊന്നും മിസ് ചെയ്യാനേ പാടില്ലാത്തൊരു സ്ഥലമാണത്. ഈ ബാക്ക് സൈഡിൽ നോക്കുകയാണെങ്കിൽ കുറേ കൺസ്ട്രക്ഷൻസ് ഒക്കെ നടക്കുന്നുണ്ട്. അതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എലിഫൻറ്റ് മ്യൂസിയത്തിൻ്റെയും കാര്യങ്ങളൊക്കെയാണ് അവിടെ നടക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരു 2021 ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഫേസ് എങ്കിലും ഓപ്പൺ ആവാനാണ് ചാൻസ്. അപ്പം എല്ലാവരും വരിക, ഈ സ്ഥലം വന്ന് എൻജോയ് ചെയ്യുക, കുട്ടികളെ കൊണ്ടുവരിക, കുട്ടികളുടെ അടുത്ത് അവരെ പാർക്കിലും കാര്യങ്ങളൊക്കെ കളിക്കാനായിട്ട് വിടുക. സ്റ്റാഫ് പറയുന്നത് കേട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ അപകടങ്ങളൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. സോ കം ആൻഡ് എൻജോയ്. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ, നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക. ഇനിയും ഒരുപാട് വീഡിയോസ് വരാനുണ്ട്. അപ്പോൾ എല്ലാം കാണുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു സോ മച്ച്. സീ യു സൂൺ. ബൈ ബൈ.